ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയേൽക്കുമെന്ന് ഉറപ്പിച്ചു പറയാവുന്ന സംസ്ഥാനങ്ങളിലൊന്നായ ബീഹാറിൽ നിന്ന് മോദിയെ ഷോക്കടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ബി.ജെ.പിയുടെ സിറ്റിംഗ് എം.പി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മുസഫർപൂരിൽ നിന്ന് 4,10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണ വിജയിച്ച അജയ് നിഷാദാണ് ബി.ജെ.പിയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ അംഗത്വമെടുത്തത്. ബി.ജെ.പി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് ഇതുപോലൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടില്ല. പുൽവാമയും ബലാക്കോട്ടും ഒക്കെ ഉണ്ടാക്കിയ ദേശസ്നേഹത്തിൻ്റെ വലിയ വികാരത്തിൽ ആളുകളുടെ ഒഴുക്ക് മുഴുവൻ ബി.ജെ.പിയിലേക്കായിരുന്നു. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ തിരിച്ചു സംഭവിക്കുന്നു. ചുരുക്കം ചിലയിടങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്കുള്ള ചുവടുമാറ്റവും നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ബി.ജെ.പി കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയ ചില സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും പ്രതിപക്ഷ കക്ഷികളിലേക്കുമുള്ള ഒഴുക്ക് സജീവമായി നടക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് മോദിയും ബി.ജെ.പിയും കരുതുന്നത് പോലെ അവർക്ക് ഈസിയല്ല എന്ന് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. കർണാടക ഒരു ഉദാഹരണം, ഹരിയാന മറ്റൊരു ഉദാഹരണം, രാജസ്ഥാൻ. മണിപ്പൂരിൽ നിന്നും മോദിയെ നിരാശപ്പെടുത്തുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മണിപ്പൂരിലെ 4 മുൻ MLA-മാരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത്. ബീഹാറിൽ JDU കൂടി വന്നതോടെ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്നൊക്കെ ബി.ജെ.പി കണക്ക് കൂട്ടുമ്പോഴാണ് 4 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് അജയ് നിഷാദ് വലിയ സ്വാധീനമുള്ളയാളാണ്. മുസഫർപൂർ പോലെയുള്ള ഒരിടത്ത് അദ്ദേഹത്തെ പിണക്കിയത് ബി.ജെ.പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം ചെറുതല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ 4 മണ്ഡലങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾക്കാണ് വിജയം. അപ്പോൾ മുസഫർപൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായ വൻ വിജയത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരാളെ കോൺഗ്രസിനൊപ്പം കിട്ടിയിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഹരിയാനയിൽ, ഇവിടെ കർണാടകയിൽ, രാജസ്ഥാനിലൊക്കെ ഓരോ ദിവസവും ചുരുങ്ങിയത് 2 നേതാക്കന്മാരെങ്കിലും ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നുണ്ട്. ഹരിയാനയിൽ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന വിജേന്ദർ സിംഗും അദ്ദേഹത്തിൻ്റെ മകൻ ബ്രിജേന്ദർ സിംഗും കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. ഈ ബ്രിജേന്ദർ സിംഗ് എന്ന് പറയുന്ന ഈ വിജേന്ദർ സിംഗിൻ്റെ മകൻ, അദ്ദേഹം ഹിസാറിൽ നിന്നുള്ള MP ആയിരുന്നു. വലിയ സ്വാധീനമുള്ളയാളായിരുന്നു. കർഷക സമരം അടക്കമുള്ള വിഷയങ്ങളിൽ ബി.ജെ.പിക്കെതിരെ അതിശക്തമായ നിലപാടുകളുമായി രംഗത്ത് വന്ന അദ്ദേഹം ഒടുവിൽ ബി.ജെ.പിക്ക് കാലിടറുകയാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് പാർട്ടി വിട്ടത്. ജെ.ജെ.പിയുമായുള്ള സഖ്യം കൂടി ബി.ജെ.പിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതോടെ അവിടെ കാര്യങ്ങൾ കുഴപ്പമാണ്. കഴിഞ്ഞ തവണ 10-ൽ 10 കിട്ടിയ സ്ഥലമാണ്. ബീഹാർ കഴിഞ്ഞ തവണ 40-ൽ 39 കിട്ടിയ സ്ഥലമാണ്. കർണാടക കഴിഞ്ഞ തവണ 26 സീറ്റും കിട്ടിയ സ്ഥലത്ത് ഏറ്റവും ഒടുവിൽ അവരുടെ ഒരു MLC തേജസ്വിനി ഗൗഡ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. സദാനന്ദ ഗൗഡയെ പോലെയുള്ള മുതിർന്ന ബി.ജെ.പി നേതാക്കൾ സിദ്ധരാമയ്യയുടെയും DK ശിവകുമാറിൻ്റെയും ഒരു യെസ് കേൾക്കാനായി കാത്തു നിൽക്കുന്നു. കർണാടകയിൽ അങ്ങനെ ഒരു യെസ് പലരോടും പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. കാരണം ജഗദീഷ് ഷെട്ടാറിനെ പോലെയുള്ള ഒരു മുതിർന്ന ബി.ജെ.പി നേതാവ് കോൺഗ്രസിൽ വന്നു. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒപ്പം നിന്നു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ബി.ജെ.പിക്കാർ മോഹന വാഗ്ദാനം നൽകിയപ്പോൾ അങ്ങോട്ട് പോയി ഇപ്പോൾ MP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അധികാരമോഹികളായ ആളുകളെ അങ്ങനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കേണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് കൊണ്ടാണ് കർണാടകയിൽ ബി.ജെ.പി ഇപ്പോഴും ഇങ്ങനെ ആടി ഉലയാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു വിരൽ ഞൊടിച്ചാൽ കൂടെ പോരാൻ ആളുകൾ ധാരാളമുണ്ട്. ഇപ്പോൾ അസമിലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് കോൺഗ്രസ്സുകാർ മുഴുവൻ ഞങ്ങളോടൊപ്പം വരാൻ നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് സമാനമായ അവസ്ഥയാണ് ഹരിയാനയിലും കർണാടകയിലും ഇപ്പോഴുള്ളത്. രാജസ്ഥാനിലും നമ്മളത് കണ്ടു. രാജസ്ഥാൻ പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയ ഒരു സംസ്ഥാനത്ത് ഒരു സിറ്റിംഗ് MP ബി.ജെ.പി ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേരുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവിടെ 12 സീറ്റുകളിലെങ്കിലും കടുത്ത മത്സരമാണ് നടക്കുന്നത് എന്ന് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നു. അപ്പോൾ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് കരുതിയിരുന്ന സംസ്ഥാനങ്ങൾ, അവിടങ്ങളിലെല്ലാം ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുക്കുണ്ടാകുന്നു. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ബീഹാറിലെ സിറ്റിംഗ് MPയുടെ രാജി. അജയ് നിഷാദിനെ പോലെ ഒരു നേതാവിനെ ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നിരയ്ക്ക് കിട്ടുന്നത് പപ്പു യാദവിനെ പോലെയുള്ള നേതാക്കന്മാർ വന്നതിന് പിന്നാലെ ബീഹാറിൽ വലിയ ഗുണം ചെയ്യും. ബീഹാറിൽ ഇപ്പോൾ തന്നെ 15 സീറ്റുകൾ വരെ നേടാനുള്ള നിലയിലേക്ക് പ്രതിപക്ഷ സഖ്യം എത്തിയിട്ടുണ്ട്.
അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ മുസാഫർപൂർ ഒന്നും അങ്ങനെ പ്രതീക്ഷ വച്ചിരുന്ന ഒരു മണ്ഡലമല്ല. പക്ഷേ ഈ അജയ് നിഷാദിൻ്റെ വരവ് പ്രതിപക്ഷത്തിൻ്റെ പ്രതീക്ഷകൾ ഏറ്റുകയാണ്. ആ മണ്ഡലത്തെയും അതിന് സമീപത്തുള്ള മണ്ഡലങ്ങളെയും ഒക്കെ ഈ വരവ് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ BJP അസ്വസ്ഥമാണ്. ഹരിയാനയും ബീഹാറും രാജസ്ഥാനും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ തിരിച്ചടിയും ഓരോ സീറ്റിൻ്റെ കുറവും ഒരിടത്തും നികത്താനില്ല. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ മാക്സിമം പിടിച്ചില്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ലക്ഷ്യത്തിലേക്ക് പോലും എത്താൻ സാധിക്കില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം RSSകാർ തന്നെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ 2019 സമാനമായ ഒരു BJP അനുകൂല തരംഗം രാജ്യത്തില്ല എന്ന് പല സംസ്ഥാനങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കൂടുമാറ്റങ്ങൾ തെളിയിക്കുന്നു. BJPക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. സിറ്റിംഗ് MPമാർ അവരെ ഉപേക്ഷിച്ച് പോകുന്നു, മുൻ മന്ത്രിമാർ പോകുന്നു, MLAമാർ പോകുന്നു. മാറ്റം പ്രകടമാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ചിലയിടങ്ങളിൽ BJP പ്രത്യേക സംഘത്തെയൊക്കെ നിയോഗിച്ചു. ഇപ്പോൾ മധ്യപ്രദേശ് BJP ഒരു ടീമിനെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പുറത്ത് നിന്ന് ആളെ പിടിക്കാൻ. അങ്ങനെ ചിലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്ത് BJPക്ക് അനുകൂലമായ സാഹചര്യമല്ല പലയിടങ്ങളിലും. ഇപ്പോൾ ഉത്തർപ്രദേശിൽ RLDയുടെ വൈസ് പ്രസിഡന്റ് ഈ ജയന്ത് ചൗധരിയെ BJPക്കാർ അവരുടെ സഖ്യകക്ഷിയാക്കിയല്ലോ. ആ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് BJPയുമായി സഖ്യം ചേരാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ടു. അദ്ദേഹം പ്രതിപക്ഷ സഖ്യത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ചെറിയ മാറ്റമൊന്നുമല്ല ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായ തിരിച്ചടി BJPക്ക് ഈ കൂടുമാറ്റത്തിൻ്റെ പേരിലും ഉണ്ടാവുകയാണ്. ഏകപക്ഷീയമായി 2019 തങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായിരുന്ന കൂടുമാറ്റം ഇപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. BJPക്ക് തിരിച്ചടി ഏൽക്കുമെന്ന് ഇപ്പോൾ തന്നെ കരുതപ്പെടുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് അവരുടെ സിറ്റിംഗ് MPമാരെ നഷ്ടമാകുന്നു, മുൻ മന്ത്രിമാരെ നഷ്ടമാകുന്നു, MLAമാരെ നഷ്ടമാകുന്നു, MLCമാരെ നഷ്ടമാകുന്നു. അതിനെ നിസ്സാരമായി കാണേണ്ടതല്ല. മോദിയുടെ പ്രഭാവമൊന്നും കഴിഞ്ഞ തവണത്തേതുപോലെ ഇല്ല. കഴിഞ്ഞ തവണ തന്നെ അത് സൃഷ്ടിച്ചെടുത്തതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. 10 വർഷം കൊണ്ട് ഈ രാജ്യത്തെ കബളിപ്പിക്കുകയായിരുന്നു ഈ ഭരണാധികാരി എന്നുള്ള ബോധ്യം ജനങ്ങളിൽ ഒരു വലിയ വിഭാഗത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ തരംഗം ഉണ്ടായി തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ MPമാരിൽ പലരും കൂടുവിട്ട് കൂടുമാറാൻ തയ്യാറാകുന്നത്. അല്ലായിരുന്നെങ്കിൽ അവർക്ക് അവിടെ നിന്നാൽ മതി. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ സീറ്റ് നിഷേധിക്കപ്പെട്ട ആളുകൾ പോലും BJP വിടാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. സീറ്റ് നിഷേധിച്ചാൽ അവർ അപ്പോൾ തന്നെ BJPയോട് സലാം പറയാൻ തയ്യാറായി നിൽക്കുന്നു. കാരണം അവിടെ ഒരു ശോഭനമായ ഭാവിയൊന്നും ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള കണക്കുകൂട്ടലുകൾ പലർക്കുമുണ്ട്. പല സംസ്ഥാനങ്ങളിലും അതിൻ്റെ പ്രതിഫലനമുണ്ട്.